ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐസുഡി ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് സെലക്റ്റീവ് കളർ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ്. നമ്മൾ ഈ ഇടയ്ക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർസ് ചെയ്യുന്നുണ്ട്, മീൻസ് എല്ലാം ചെയ്യുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഫോട്ടോ റീടച്ചിങ്ങിൽ യൂസ് ചെയ്യാത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർസ് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാറ്റേൺ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. അതുപോലെ എക്സ്പോഷർ, വൈബ്രൻസ്, എക്സ്പോഷർ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഇത് കൂടുതലും 16 ബിറ്റ് 32 ബിറ്റ് ഇമേജസ് എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ്. ഇനി നമ്മൾ മെൻഷൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒന്ന് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സുകൾ ഇൻവേർട്ട്, പോസ്റ്ററൈസ്, ത്രഷോൾഡ് എന്ന് പറയുന്ന 3 അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സാണ്. അപ്പോൾ ഇവയൊന്നും നമ്മൾ ഫോട്ടോ റീടച്ചിങ്ങിൽ അധികം യൂസ് ചെയ്യാത്തവയാണ്. എനിക്ക് തോന്നുന്നു ഇവ കൂടുതലും ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് ആയിരിക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് സെലക്റ്റീവ് കളർ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ്. നമുക്കിനി ചെയ്യാനായിട്ട് വൈബ്രൻസ്, ഹ്യൂ, സാച്ചുറേഷൻ, കളർ ബാലൻസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഫോട്ടോ ഫിൽറ്റർ, ചാനൽ മിക്സർ, കളർ ലുക്കപ്പ്, ഗ്രേഡിയൻ മാപ്പ്, സെലക്റ്റീവ് കളർ എന്നൊക്കെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇവയെല്ലാം കൂടുതലും കളർ ഗ്രേഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കളർ റീപ്ലേസ് ചെയ്യാനായിട്ട് പല രീതിയിൽ ചെയ്യാൻ ഉതകുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് സെലക്റ്റീവ് കളറാണ്. ഇനി നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് വരുന്നത്. മെയിൻ റീസൺ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കുറച്ച് ടൈം എടുത്ത് പറയേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ്. അതുപോലെ ഞാൻ നാളെ കോട്ടയത്തിന് പോവുകയാണ്, ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് ഇന്ന് നാളെയുമായിട്ട് തീർക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമുക്ക് സെലക്റ്റീവ് കളർ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് വരാം. ഓക്കെ, ഇത് കൂടുതലും കളർ ഗ്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ്, അല്ലെങ്കിൽ കളർ കറക്ഷന് യൂസ് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ്. പേര് പോലെ തന്നെ സെലക്റ്റീവ് കളർ, അതായത് ഒരു പർട്ടിക്കുലർ കളറിനെ സെലക്ട് ചെയ്തിട്ട് ആ കളർ റേഞ്ചിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് സെലക്റ്റീവ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്കിവിടെ കളേഴ്സിൻ്റെ ഓപ്ഷൻ ഉള്ളത് റെഡ്, യെല്ലോ, ഗ്രീൻ, സിയാൻ, ബ്ലൂ, മജന്ത, വൈറ്റ്, ന്യൂട്രൽ, ബ്ലാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും കളേഴ്സിനെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്ത് ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ സെലക്റ്റീവ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊണ്ട്. ഓക്കെ, അപ്പം നമുക്ക് റെഡ് ചാനലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, റെഡ് കളറാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഫോട്ടോയിൽ എവിടെയൊക്കെയാണ് റെഡ് കളർ ഉള്ളതെന്ന് നോക്കാം. നമ്മുടെ കുട്ടിയുടെ ഡ്രസ്സിലെ ഈ സ്ട്രാപ്പിൽ റെഡ് കളർ നന്നായിട്ടുണ്ട്. പിന്നെ ഫേസിൽ എന്തായാലും റെഡ്, യെല്ലോ, ഓറഞ്ച് എന്നീ കളറാണ് നമ്മുടെ സ്കിൻ ടോൺ വരുന്നത്. അതുപോലെ തന്നെ ലിപ്സിൽ ആ റെഡിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിന് താഴെ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണുള്ളത്. അതായത് CMYK സ്ലൈഡേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. സാധാരണ നമുക്ക് RGB സ്ലൈഡേഴ്സാണ് ഉള്ളത്. ഇവിടെ നമുക്ക് സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്ന് പറയുന്ന സ്ലൈഡേഴ്സാണ് നമുക്കുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് RGB വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, സിയാൻ്റെ ഓപ്പോസിറ്റാണ് R, അതായത് റെഡ്. സിയാൻ നമ്മൾ എവിടെ കൂട്ടുന്നു, സിയാൻ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് സിയാൻ കൂട്ടിക്കഴിഞ്ഞാൽ സിയാൻ എന്ന് പറയുന്ന കളർ കൂടും. പക്ഷേ ലെഫ്റ്റ് സൈഡിലേക്ക് സിയാൻ കുറച്ച് കഴിഞ്ഞാൽ റെഡ് എന്ന് പറയുന്ന കളറാണ് കൂടുന്നത്. അപ്പോൾ നമ്മൾ റെഡ് ചാനലിലാണ്. റെഡ് ചാനലിൽ നിൽക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചിത്രത്തിലെ റെഡ് കളർ എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുന്നത് നമ്മുടെ കുട്ടിയുടെ മുഖത്ത്, ലിപ്സിൽ, അതുപോലെ തന്നെ ഷോൾഡറിലെ ഈ സ്ട്രാപ്പിൽ, പിന്നെ ഈ ചെറിയൊരു ഭാഗത്ത് നമുക്ക് യെല്ലോയിഷ് കളർ കാണും. അവിടെ ഈ റെഡിൻ്റെ അംശങ്ങളുണ്ട്. അതുപോലെ തന്നെ യെല്ലോ ഉള്ളിടത്തൊക്കെ ചെറിയൊരു റെഡിൻ്റെ അംശമുണ്ട്. അപ്പം റെഡ് എവിടെയൊക്കെ ഉണ്ടോ അതിനെയെല്ലാം ഈ മാറ്റങ്ങൾ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് സിയാൻ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് സിയാൻ നമുക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ റെഡുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് സിയാൻ കൂടിയിട്ടുണ്ട്. നമ്മുടെ ബേബിയുടെ ഫേസ് കുറച്ചും കൂടെ ആ റെഡ് കളർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് റെഡ് ചാനലിൽ നമുക്ക് സിയാൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ബേബിയുടെ ഫേസിൽ നോക്കിയാൽ നല്ല സ്കിൻ ടോൺ നന്നായിട്ട് പുറത്ത് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ -100 സിയാനാണ്. അതായത് നമ്മളിപ്പോൾ 100% റെഡിൽ വന്ന് നിൽക്കുകയാണ്. സിയാൻ്റെ ഓപ്പോസിറ്റാണ് റെഡ്. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ സ്കിൻ ടോൺ നന്നായിട്ട് കൂടി. ഇനി നമുക്ക് മജന്ത എന്ന് പറയുന്നൊരു സ്ലൈഡറാണ്. മജന്ത സ്ലൈഡർ നിങ്ങൾക്കറിയാം, മജന്തയുടെ ഓപ്പോസിറ്റാണ് RGBയിലെ G ആണ്, ഗ്രീനാണ്. അപ്പോൾ മജന്തയ്ക്ക് ഓപ്പോസിറ്റായിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ ഗ്രീനിൻ്റെ അംശം നമ്മുടെ ഫോട്ടോയിൽ, അതായത് റെഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഗ്രീനിൻ്റെ അംശം കൂടും. ടോട്ടലി ഗ്രീനുള്ള, അതായത് നമ്മുടെ ചിത്രത്തിലെ മുഴുവൻ ഗ്രീൻ ആണെങ്കിലും, ഏറ്റവും കൂടുതൽ ഗ്രീൻ ആണെങ്കിലും, ഈ പൂർണ്ണമായും ഗ്രീനിനെ ഈ സ്ലൈഡർ അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ചിത്രത്തിൽ എവിടെയെല്ലാം റെഡ് ഉണ്ടോ ഈ റെഡിനെ കുറച്ചൊരു ഗ്രീൻ സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മജന്ത നമുക്കൊന്ന് കുറയ്ക്കാം. ഓക്കെ, നമ്മുടെ കുട്ടിയുടെ മുഖത്താണ് നമുക്ക് റെഡ് ഉള്ളത്.
അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഒരു പെയിൽ സ്കിന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെഡിൻ്റെ അംശം നഷ്ടപ്പെട്ടു. അതായത് കൂടുതൽ ഗ്രീൻ ഈ റെഡിലേക്ക് കയറിയത് കൊണ്ട് റെഡിൻ്റെ അംശം നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ തിരിച്ച് വീണ്ടും 0-ൽ കൊണ്ടുവന്നു. മജന്ത ഇൻക്രീസ് ചെയ്താലും കുഴപ്പമില്ല, ചെറിയൊരു കുറച്ചും കൂടെ നല്ലൊരു ഫീല് സ്കിന്നിലൊക്കെ നമുക്ക് മജന്ത ഇൻക്രീസ് ചെയ്താൽ കിട്ടും. പക്ഷേ കൂടുതൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭയങ്കര റെഡിഷ് കളർ നമ്മുടെ സ്കിന്നിൽ വരും. ഒരു മിനിമം നിങ്ങൾ ഫോട്ടോയുടെ ഇതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുക. ഇനി നമുക്ക് യെല്ലോ എന്ന് പറയുന്ന ഒരു സ്ലൈഡറുണ്ട്, CMY യെല്ലോയ്ക്ക് ഓപ്പോസിറ്റ് നിങ്ങൾക്കറിയാം ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ യെല്ലോ കൂട്ടാൻ വേണമെങ്കിൽ യെല്ലോ ഉള്ളിടത്തെല്ലാം യെല്ലോ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് യെല്ലോ കുറച്ച് കഴിഞ്ഞാൽ ചിത്രത്തിൽ ബ്ലൂവിൻ്റെ അംശം കൂടും. ചിത്രത്തിൽ ടോട്ടലായിട്ടല്ല ഈ ഇൻക്രീസ് വരുന്നത്, റെഡുള്ള ഏരിയകളിൽ മാത്രമാണ് ഈ ഇൻക്രീസ് നമുക്ക് വരുന്നത്. ഇനി ബ്ലാക്ക് നമുക്ക് കൂട്ടിയാൽ, അതായത് റെഡിലെ ബ്ലാക്ക് കൂട്ടിയാൽ ഒരു കുറച്ചും കൂടെ കടും നിറം നമുക്ക് റെഡിൽ കിട്ടും. ഇപ്പോൾ കുട്ടിയുടെ ഫേസിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ബ്ലാക്ക് കുറച്ചാൽ കുറച്ചും കൂടെ ഒരു പെയിൽ ലുക്ക് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിനി ഗ്രീൻ ചാനലിലേക്ക് പോകാം. ഗ്രീൻ ചാനലിൽ നമുക്കറിയാം നമ്മുടെ ചിത്രത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗ്രീനാണ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് യെല്ലോ ചാനലിലേക്ക് പോകാം. യെല്ലോ നമുക്ക് ഗ്രീനിൻ്റെ അവിടെ ഇവിടെയൊക്കെ യെല്ലോ ഉണ്ട്, നമ്മുടെ ഫേസിൽ യെല്ലോ ഉണ്ട്. ഓക്കെ, അപ്പോൾ യെല്ലോ ചാനലിൽ നമുക്ക് വേണമെങ്കിൽ റെഡിൻ്റെ അളവ് കൂട്ടാം. റെഡിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ യെല്ലോ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഇപ്പോൾ റെഡ് കളർ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ സിയാൻ കൂട്ടാം. യെല്ലോടത്തെല്ലാം ഇപ്പോൾ സിയാൻ്റെ അംശം കൂടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് മജന്ത സ്ലൈഡറിൽ മജന്ത കൂട്ടാം, അല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഗ്രീൻ എന്ന് പറയുന്ന കളർ നമുക്ക് കൂട്ടാം. യെല്ലോ സ്ലൈഡറിൽ യെല്ലോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ യെല്ലോ കൂട്ടുന്നതനുസരിച്ച് യെല്ലോ കൂട്ടാം, അല്ലെങ്കിൽ യെല്ലോ കുറയ്ക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വൈറ്റ്സ്, ന്യൂട്രൽസ്, ബ്ലാക്ക്സ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്, കളർ ഓപ്ഷൻസ്. വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്രത്തിൽ വൈറ്റ് എവിടെയൊക്കെ ഉണ്ട് എന്നാണ് ആക്ച്വലി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഷൂവിൽ നമുക്ക് വൈറ്റ് കാണാം, ഈ ഒരു ഭാഗത്ത് നല്ല വൈറ്റ് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് റെഡ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം, അതായത് സിയാൻ കുറയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഏരിയയിലൊക്കെ ചെറിയൊരു റെഡിഷ് കളർ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് മജന്ത ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്താൽ കുറച്ചും കൂടെ റെഡ് പോലൊരു കളർ നമുക്ക് കിട്ടും. നിങ്ങളുടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്ലാക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഏരിയ കുറച്ചും കൂടെ ഡാർക്ക് ആകും. ആ റെഡിൻ്റെ കളർ അല്ലെങ്കിൽ മജന്തയുടെ കളർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ വൈറ്റ് എന്ന് പറയുന്ന കളറിലേക്ക് പോകുമ്പോൾ. അല്ലെങ്കിൽ ന്യൂട്രൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ കളർ എവിടെയൊക്കെ ഉണ്ടോ ആ ഭാഗങ്ങളെ ആയിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂട്രൽസിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കറിയാം, ന്യൂട്രൽസ് എന്ന് പറഞ്ഞാൽ സ്കിൻ ടോണിൽ ചെറിയ ന്യൂട്രൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിയുടെ ഈ ഡ്രസ്സ് പൂർണ്ണമായിട്ടും ഗ്രേ കളറാണ്. അപ്പോൾ ന്യൂട്രൽസ് എന്ന് പറഞ്ഞാൽ ഗ്രേ ആണ്. ഗ്രേയിൽ നമുക്ക് വേണമെങ്കിൽ റെഡിൻ്റെ അളവ് കൂട്ടാം. ഓക്കെ, നമ്മുടെ ചിത്രത്തിൽ പല ഭാഗങ്ങളിൽ റെഡിൻ്റെ അംശമുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഗ്രേയുടെ അംശം പല ഏരിയാസിലുമുണ്ട്. അപ്പോൾ ടോട്ടലി ഒരു റെഡ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും. ഓക്കെ, അതുപോലെ നമുക്ക് ബ്ലാക്ക് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നമുക്ക് അവിടെ ബ്ലാക്ക് ഉള്ള ഏരിയകളിൽ വേണമെങ്കിൽ സിയാൻ റെഡ് നമുക്ക് കൊടുക്കാം. മീൻസ് നമ്മൾ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ടോട്ടലി നമ്മളിപ്പോൾ ഫോട്ടോ ഒന്ന് കുളവാക്കിയിട്ടുണ്ട്. വൈറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോർമലിലേക്ക് കൊണ്ടുവരാൻ തിരിച്ച്. ഓക്കെ, നമ്മൾ ബ്ലാക്കിൽ വന്ന് ജസ്റ്റ് ഇപ്പോൾ ബ്ലാക്കുള്ള ഏരിയകളിൽ നമ്മുടെ ഷാഡോ ഏരിയയിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ഒരു ബ്ലൂ കളർ കൊണ്ടുവരണമെങ്കിൽ യെല്ലോയുടെ നേരെ ഓപ്പോസിറ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിൽ കൂടുതൽ ബ്ലൂ കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്ലൈഡേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വേറൊരു കാര്യം, നിങ്ങൾക്ക് ബ്രഷ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യണം. അതായത് സെലക്റ്റീവ് കളർ ഓപ്ഷനിൽ നിങ്ങൾക്ക് കളർ റേഞ്ച് ചൂസ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും. കളർ റേഞ്ചിനെ കുറിച്ച് വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ കാണുക. നമ്മളിനി മീൻസ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലും കളർ റേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിനുവേണ്ടി തന്നെ ഒരു പർട്ടിക്കുലർ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് സെലക്റ്റീവ് കളർ എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ഉപയോഗമെന്ന്. നമുക്ക് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടൊന്ന് റീടച്ച് ചെയ്യാം. അപ്പോൾ സെലക്റ്റീവ് കളർ എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ട്യൂട്ടോറിയൽ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, ചെറിയ ചെറിയ വ്ളോഗുകൾ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.